ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഇറ്റ്സ് റിട്ടൺ ആൻഡ് ഡീറ്റെയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഴ്സസ്, ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് ഓർഡർ ആൻഡ് ദാറ്റ് ടു ഓർഡേഴ്സ് ആർ profoundly or very clearly spelled in our preamble, which is the soul of our constitution. Preamble വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്. And the term socialism, it was included in the preamble in 1976. 1976ലാണ് preamble എന്ന ടേം ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, we have a representative form of democracy. Democracy is of two types, direct democracy and indirect democracy. And the devices of direct democracy are referendum, initiative, plebiscite and recall. And coming to the devices of indirect democracy or representative democracy, that is people elect their representatives and they form a government. And India's democracy is a representative type of democracy and that democracy is clearly spelled in our preamble. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അതെല്ലാം ക്ലിയർലി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? പ്രിയാമ്പിളിലാണ്. ഈ ഡെമോക്രസിക് സോഷ്യലിസം എന്നൊക്കെ എഴുതുമ്പോൾ പ്രിയാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ ധാരാളം സെൻറ്റൻസ് കിട്ടും. അല്ലാതെ ഡെമോക്രസി എഴുതുമ്പോൾ ഇന്ത്യ ഇസ് എ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. It means people elect their rulers, they in turn form a government. That form of government is known as parliamentary system of government എന്നുള്ള സിമ്പിൾ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Also, India is committed to secure social, economic and political justice for its entire people by ending all forms of exploitation and by securing equitable distribution of income, resources and wealth. ഡെമോക്രസിയും സോഷ്യലിസത്തിൻ്റെയും ഉദ്ദേശമാണ് അവിടെ പറയുന്നത്. എന്താണ്? എവറി പീപ്പിൾ മസ്റ്റ് ഗെറ്റ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നീതി എല്ലാ ജനങ്ങളിലേക്കും എത്തണം. എല്ലാവരുടെയും ചൂഷണം അവസാനിപ്പിക്കണം. വരുമാനത്തിലും സമ്പത്തിലും ഒക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ മാറ്റണം എന്ന ഉദ്ദേശത്തിലാണ് സോഷ്യലിസ്റ്റിക്സ് വേർഡും നമ്മൾ പ്രിയാമ്പിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ? ഗവൺമെൻറ് വെറുതെ മറ്റൊരാളുടെ സ്വത്ത് പിടിച്ചെടുത്ത് എങ്ങനെയാണോ ചെയ്യാവുന്നത്? അല്ല. ഇറ്റ് ഈസ് ടു ബി സെക്യൂർഡ് ബൈ പീസ്ഫുൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഡെമോക്രാറ്റിക് മീൻസ്. സമാധാനപരമായി, എന്താണ്, ഭരണഘടനയ്ക്ക് അനുസൃതമായി, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഡെമോക്രാറ്റിക് മീൻസ് ജനാധിപത്യത്തിന് അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഫീച്ചർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് യൂണിറ്ററി ആൻഡ് ഫെഡറൽ. യൂണിറ്ററി കൺട്രിയുടെയും ഫെഡറൽ കൺട്രിയുടെയും ഒരു മിക്സ്ചറാണ്, രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ഉദാഹരണം പറയുന്നത് ആർട്ടിക്കിൾ 1 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ദാറ്റ് ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണ്. അവിടെ യൂണിറ്ററി എന്ന ടേമും യൂസ് ചെയ്തിട്ടില്ല, ഫെഡറൽ എന്ന ടേമും യൂസ് ചെയ്തിട്ടില്ല. സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രപ്പോസസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് യൂണിറ്ററി ആൻഡ് ഫെഡറൽ. എന്തുകൊണ്ട് നമ്മൾ മിക്സ്ചർ ആണെന്ന് പറയുന്നു? ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഒരു ഫെഡറൽ ഗവൺമെൻറ്റിന് 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഫെഡറൽ ഗവൺമെൻറ്റിന് ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ഗവൺമെൻറ്റിന് മസ്റ്റാണ്. സെക്കൻഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതാണ് ഇവിടെ പറഞ്ഞത് ടു ഗവൺമെൻറ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 സെറ്റ് ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. ഒരു രാജ്യത്തെ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയണമെങ്കിലുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് 2 സെറ്റ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയും ആവശ്യം ഉണ്ട്. യെസ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. പിന്നെ ചെറിയ ചെറിയ പോയിൻ്റായിട്ട് നമുക്ക് ബൈ ക്യാമറലിസം പറയാം.
പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. ഈ മൂന്നെണ്ണമാണ് ഒരു ഫെഡറേഷൻ, ഒരു കൺട്രി ഫെഡറേഷൻ ആണോ യൂണിറ്ററി ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ഹാവ് 3 ഫീച്ചേഴ്സ്: റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, division of power between central government and state government, and independent judiciary. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം ഈ 3 കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്. നാലാമത്തെ കുറച്ച് ചെറിയ പോയിൻ്റായ ബൈക്യാമറലിസം. എന്താണ് ഈ ബൈക്യാമറലിസം? എത്ര ഹൗസ് ഉണ്ടാകും? പാർലമെൻറ്റ് മസ്റ്റ് ഹാവ് 2 ഹൗസ് അല്ലേ? 2 ഹൗസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ലെജിസ്ലേച്ചറിനെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. 1 ഹൗസാണ്, സിംഗിൾ ഹൗസ് ആണെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ? വി കോൾ ഇറ്റ് ആസ് യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ. നമ്മളതിനെ യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കും സിംഗിൾ ഹൗസ് ആണെങ്കിൽ. അപ്പോൾ ബൈക്യാമറലിസം ഇന്ത്യയിലുണ്ട്. വി ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഹാവ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ആൻഡ് വി ഹാവ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ജുഡീഷ്യറിയും ഇൻഡിപെൻഡൻ്റ് ആണ്. വി ഹാവ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻട്രൽ. സോ ഫെഡറൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ത്യൻ നമ്മുടെ കൺട്രിയെ ഫെഡറൽ കൺട്രി എന്ന് വിളിക്കാൻ പറ്റുമോ? നോ. യൂണിറ്ററി ഫീച്ചേഴ്സും അതിൽ ഉണ്ട്. സ്ട്രോങ് സെൻറ്റർ, 2, അതായത് ശക്തമായ ഒരു സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റുകളേക്കാൾ പവർ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സിംഗിൾ സിറ്റിസൺഷിപ്പ്, നമുക്ക് സിറ്റിസൺഷിപ്പ് 2 സ്റ്റേറ്റിൻ്റെ സിറ്റിസൺഷിപ്പും സെൻട്രൽ ഗവൺമെൻറ് സിറ്റിസൺഷിപ്പും ഉണ്ടോ? ഇല്ല. ഈ ഹാവ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. അമേരിക്കയിൽ അങ്ങനെയല്ല, ഡുവൽ സിറ്റിസൺഷിപ്പാണ്. ബിക്കോസ് ദേ ഹാവ് സിറ്റിസൺഷിപ്പ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ഫസ്റ്റ്, മുകളിൽ ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് ഉദ്ദേശിക്കുന്നത് എ ഹൈറാർക്കിക്കൽ ലൈൻ ഓഫ് പവർ ഈസ് പ്രസൻറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതൊരൊറ്റ കോർട്ടേ ഉള്ളൂ. മൊത്തം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വേണ്ടി. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോർട്ട്സ്, പിന്നീട് അതിൻ്റെ സബോർഡിനേറ്റ് കോർട്ട്സ് വരുന്നു. അതാണ് ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന സുപ്രീം കോർട്ട്, ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഇവിടെ സുപ്രീം കോർട്ട് തുടങ്ങുന്നു, താഴോട്ട് ഹൈക്കോർട്ട് വരും. ഹൈക്കോർട്ട് വരുമ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരും. പിന്നെ സബോർഡിനേറ്റ് ജുഡീഷ്യറി. ഇതൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി കാണിക്കുന്നത് എന്താണ്? വി ഹാവ് എ യൂണിറ്ററി സിസ്റ്റം ഓഫ് റൂൾ. ഇനി ഓൾ ഇന്ത്യ സർവീസസ്, നമ്മൾ IAS കാരെയും IPS കാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന മെത്തേഡ്, അതും യൂണിറ്ററി മെത്തേഡാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, വി ഹാവ് എമർജൻസി പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അടിയന്തരമായി ഇന്ത്യൻ ഭരണഘടന എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നേരിടാനായിട്ടാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട്. ആ എമർജൻസി പ്രൊവിഷൻസും കാണിക്കുന്നത് ഇന്ത്യ യൂണിറ്ററി കൺട്രിയാണെന്ന്. അപ്പം ഇത്രയും കണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ നീദർ യൂണിറ്ററി നോർ ഫെഡറൽ എന്നേ നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. കംപ്ലീറ്റ് യൂണിറ്ററി കൺട്രിയുമല്ല, കംപ്ലീറ്റ് ഫെഡറൽ സെറ്റപ്പുമല്ല. ചിലപ്പം ഇത്രയും പോയിന്റ് ഇത് വേണമെങ്കിൽ പോലും ഒരു എസ്സേക്കായിട്ട് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് രണ്ടും സെപ്പറേറ്റ് എഴുതി വെച്ച് എലാബറേറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. What are the federal features of Indian Constitution? What are the unitary features of Indian Constitution? Federal features written എഴുതാം, വേണമെങ്കിൽ കുറച്ചും കൂടി എഴുതാൻ വേണ്ടി നമുക്ക് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാം, 2 സെറ്റ് ഓഫ് ഗവൺമെൻറ് എഴുതാം, പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എഴുതാം, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എഴുതാം. ദെൻ കമ്മിങ് ടു ദ യൂണിറ്ററി സിസ്റ്റം നമുക്ക് എന്തൊക്കെ എഴുതാം? സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെൻറ്റർ, പിന്നെ എന്താ ഓൾ ഇന്ത്യ സർവീസസ്, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് സോ ഓൺ. അപ്പം ഇതാണ് യൂണിറ്ററിയും ഫെഡറൽ. ബോത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് യൂണിറ്ററി ആൻഡ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫെഡറൽ ഫീച്ചർ. അവിടെ കൊണ്ട് തീർന്നില്ല, പല ആൾക്കാർ പറഞ്ഞ 1-2 പോയിൻറ്റും കൂടെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പല തിങ്കേഴ്സും അതിനെ വിളിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഫെഡറൽ ഇൻ ഫോം.
കെട്ടും മട്ടും കണ്ടാൽ ഫെഡറൽ കൺട്രിയാണ്, ബട്ട് മനസ്സിലെന്താണ് യൂണിറ്ററി നേഷൻ. ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് as ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. KC വെയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്സർവർ തിങ്കർ വിളിച്ചിരിക്കുന്നത് ക്വാസി ഫെഡറൽ കൺട്രി. ഇതൊക്കെ ടേം പഠിക്കണം. ക്വാസി ഫെഡറൽ, QUASIFEDERAL, ക്വാസി ഫെഡറൽ. പിന്നെ മറ്റൊരു ഫോറിൻ തിങ്കർ വിളിച്ചിരിക്കുന്ന ബാർഗെയിനിങ് ഫെഡറാലിസം. ഫെഡറൽ നേഷൻ തന്നെയാണ്, പക്ഷേ സ്റ്റേറ്റിന് സെൻറ്ററിനുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലം പിടിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലേ. നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ സ്റ്റേറ്റുകളും സെൻറ്ററുകളും ഒക്കെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ കണ്ടു. ബാർഗെയിനിങ് ഫെഡറാലിസം ബൈ മോറിസ് ജോൺസ്. എന്നാൽ ഗ്രാൻവിൽ ഓസ്റ്റിൻ വിളിച്ചത് എങ്ങനെയാണ്? കോപ്പറേറ്റീവ് ഫെഡറാലിസം. ഐവർ ജെന്നിങ്സ്, ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ തിങ്കർ, വിളിച്ചത് ഇറ്റ്സ് എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. ഒരു ഫെഡറേഷൻ തന്നെ, പക്ഷേ കൂടുതലും എന്താണ് ടെൻഡൻസി, എങ്ങനെയാണ്? സെൻട്രലൈസിങ് ടെൻഡൻസി ആണ്. സോ Indian Constitution has been variously described as federal in form but unitary in spirit. Quasi-federal by KC Weyer, bargaining federalism by Morris Jones, cooperative federalism by Granville Austin, and federation with a centralizing tendency by Ivor Jennings. അത്രയുമാണ് ഓരോ തിങ്കേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ നേച്ചറെ പറ്റി, യൂണിറ്ററി നേച്ചറിനെ പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സിൽ പഠിക്കുന്നതോടൊപ്പം ഫെഡറൽ ഫീച്ചേഴ്സ്, യൂണിറ്ററി ഫീച്ചേഴ്സ് സെപ്പറേറ്റ് പഠിച്ചിരിക്കണം. അടുത്ത ഒരു പോയിന്റ് നോക്കാം, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് എ പാർലമെൻറ്റ് ഓർ ക്രിയേറ്റ്സ് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ദാറ്റ് പാർലമെൻ്ററി സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി സിസ്റ്റത്തിനെയും വിളിക്കുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. ബ്രിട്ടനിൽ നിന്നും വന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. യൂണിറ്ററിയും ഫെഡറലിസവും പറഞ്ഞപ്പോൾ ഓർക്കേണ്ട ഒരു തിങ്, ഫെഡറൽ കൺട്രി ആയിട്ട് പക്കാ ഫെഡറലായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ US കൺട്രിയാണ്. യൂണിറ്ററി നേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബ്രിട്ടൻ. ആൻഡ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വെസ്റ്റ്മിൻസ്റ്റർ ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ത് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ദർ മസ്റ്റ് ബി 2 എക്സിക്യൂട്ടീവ്സ്. നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ടാകും, റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടാകും. In the case of India, the nominal executive is President of India and real executive is Prime Minister of India. Next is majority party rule. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി ഭരിക്കുന്ന രീതിയാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഉള്ളത്. തേർഡ് വൺ ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. മിനിസ്റ്റേഴ്സ് സ്വിം ആൻഡ് സിങ്ക് ടുഗദർ എന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ദ മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവാണ്. അവർ ആരോടാണ് റെസ്പോൺസിബിൾ ആണ്? ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആണ്. മിനിസ്റ്റേഴ്സ് എല്ലാം എവിടുത്തെ മെമ്പേഴ്സാണ് അല്ലേ? എക്സിക്യൂട്ടീവ് ഇസ് എ പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ. അതാണ് ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്. എക്സിക്യൂട്ടീവ് ഇസ് എ പാർട്ട് ഓഫ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ എന്ന വലിയ കാര്യത്തിൻ്റെ ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ എടുക്കുന്നതാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എപ്പോഴും ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. അതാണ് എക്സിക്യൂട്ടീവ് ഇസ് എ പാർട്ട് ഓഫ് ലെജിസ്ലേച്ചർ. അതാണ് പാർലമെൻ്ററി ഫോമിനെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആക്കി നിർത്തുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ്. എക്സിക്യൂട്ടീവ് ഇസ് എ പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആർ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ദ മിനിസ്റ്റേഴ്സ് ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ. മറ്റൊന്ന് ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്. ലോവർ ഹൗസിന് ഒരു പെർമനൻസി എപ്പോഴും ഇല്ല പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ. ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേസിൽ ഇറ്റ് ഇസ് ലോക്സഭയാണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ഹൗസ് ആയിരിക്കും. ലോവർ ഹൗസിൻ്റെ എല്ലാ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലും ലോവർ ഹൗസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ദേ ആർ ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. പീപ്പിൾ തന്നെ ഡയറക്റ്റായിട്ട് എലക്റ്റ് ചെയ്യുന്ന ഹൗസാണ് ലോവർ ഹൗസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ലോക്സഭ എന്നും ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നും ഇന്ത്യയുടെ കേസിൽ വിളിക്കുന്നു. ബ്രിട്ടൻ്റെ ലോവർ ഹൗസാണ് ഹൗസ് ഓഫ് കോമൺസ്. USA ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ഹൗസിൻ്റെ കോമ്പോസിഷനും ടേമും ഒക്കെ ഓരോ കൺട്രി വൈസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ്
വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ നമ്മൾ അറിയപ്പെടുന്നത്. We have a parliamentary form of government and features a presence of nominal and real executive, majority party rule, collective responsibility, membership of ministers in the legislature, leadership of prime minister. Prime minister and leadership ഒക്കെ ഉണ്ട്. ഇനി അടുത്തൊരു പോയിന്റ്, ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഉള്ളൊരു ജുഡീഷ്യറിയാണ്. നമ്മൾ നേരത്തെ പോയിന്റുകളിലൊക്കെ പറഞ്ഞു വന്നായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ്. അതിലേതാണ് ടോപ്പ് കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ്. ബിലോ ദെയർ ആർ ഹൈ കോർട്ട്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ and under a high court there is a hierarchy of subordinate courts, that is district courts and other lower court. അല്ലേ, സുപ്രീം കോർട്ട് ഇവിടെ വരും. സുപ്രീം കോർട്ട് ഒറ്റ കോർട്ടേ ഉള്ളൂ. ഹൈക്കോർട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹൈക്കോർട്ട്, അടുത്തൊരു ഹൈക്കോർട്ട് അടുത്ത സ്റ്റേറ്റിൽ വരും. ഇങ്ങനെ ഹൈക്കോർട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരും. ഓരോ ഹൈക്കോർട്ടിൻ്റെ കീഴിലും പിന്നെ എന്താണ് ഡിസ്ട്രിക്ട് കോർട്ട് വരും. അതിൻ്റെയും സബോർഡിനേറ്റ് ആയിട്ട് ഓരോ കോർട്ട് വരും. ഹൈക്കോർട്ട്സ് തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറേ ലെയർ വരും. പക്ഷേ ടോപ്പ് ലെവലിൽ ഒറ്റ ഒരു കോർട്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് സുപ്രീം കോർട്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് വിളിക്കുന്നത്. സോ സുപ്രീം കോർട്ട് അറ്റ് ദ സെൻറ്റർ, സുപ്രീം കോർട്ട് അറ്റ് ദ ടോപ്പ് ലെവൽ, ഹൈ കോർട്ട്സ് അറ്റ് എവറി സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്ട് കോർട്ട്സ് ആൻഡ് അതർ ലോവർ കോർട്ട്സ് ഇൻ ദ സ്റ്റേറ്റിൽ ഹൈക്കോർട്ടാണ് ടോപ്പ് മോസ്റ്റ് കോർട്ട്. പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സുകളുണ്ട്, അതിൻ്റെ താഴെ സബ് കോർട്ടുകളുണ്ട്, മജിസ്ട്രേറ്റ് കോർട്ട്സ് ഉണ്ട്, മുനിസിപ്പൽ കോർട്ട്സ് ഉണ്ട്. ദ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് എൻഫോഴ്സസ് ബോത്ത് ദ സെൻട്രൽ ലോസ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ലോസ്. സെൻട്രൽ ലോസും സ്റ്റേറ്റ് ലോസും എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ജുഡീഷ്യറിക്കാണ് ഉള്ളത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ്. ടോപ്പ് ലെവൽ സുപ്രീം കോർട്ട്, നെക്സ്റ്റ് ഇസ് ഹൈ കോർട്ട്, നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് അതർ ലോവർ കോർട്ട്സ്. ഓക്കെ, ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോയിന്റ് ഫസ്റ്റ് ബാക്കിൽ നിന്നാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഫീച്ചർ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, സ്റ്റേറ്റ്. അടുത്ത ദിവസം അടുത്ത ഭാഗം കണ്ടിന്യൂ ചെയ്യാം.